അതെ, ശാലിനി ചേച്ചിയും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അവർക്ക് കട്ടൻ ചായ കൊടുക്കാനാണോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ശിവേട്ടൻ പോയിട്ട് വന്നിട്ടില്ലല്ലോ. പാല് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പൊ കട്ടൻ കൊടുക്കാം. പാല് വന്നിട്ട് പാൽ ചായ കൊടുക്കാം. ആ ശരി. കുറച്ച് വൃത്തിയായിട്ട് എഴുതുമോളെ. അതെ, വൃത്തിയായിട്ട് എഴുതിയാലേ ടീച്ചർ ഗുഡ് തരൂ. കട്ടൻ ചായ റെഡി. എല്ലാരും എടുത്ത് കുടിച്ചേ. ശാലിനി ചേച്ചി, പാലില്ല. കട്ടൻ ചായ ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. മക്കളെ, നിങ്ങൾ കുടിക്കില്ലേ? പിന്നെന്താ, അവർക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ മക്കളെ? തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഓ അതെ അതെ. ഇനി നമ്മളെ ഇവിടെയാണോ അമ്മ നിൽക്കുന്നത്? നമുക്ക് പറ്റിയൊരു വീട് കിട്ടുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? കുഴപ്പമില്ല. പപ്പി എന്താ ആലോചിക്കുന്നത്? കാര്യമായിട്ട് എന്തോ ആലോചിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അപ്പോ ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു വരില്ലേ അമ്മേ? വിഷ്ണു അച്ഛനെ ഞങ്ങൾക്കിനി കാണാൻ പറ്റില്ലേ? അമ്മ എന്താ ഒന്നും പറയാത്തെ? അതെ, പെട്ടെന്ന് ചായ കുടിച്ചേ. നമുക്ക് കുളിച്ചിട്ട് ഒരുങ്ങണം. ഇന്ന് സ്കൂളിൽ പോവേണ്ടതല്ലേ? ഓ ശരിയാണല്ലോ. പപ്പി വേഗം ചായ കുടിക്കേ, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോ നമ്മൾ വൈകും. ആ ദേ ശിവനങ്കിലെത്തി. ആഹാ. ആ. ആ, ദാ. താ. ആ. ദാ, നിങ്ങൾക്കുള്ള മുട്ടായി. ആ, പിടിച്ചേ. രാവിലെ തന്നെ ചോക്ലേറ്റ്. അതൊന്നും കുഴപ്പമില്ല, കുട്ടികളല്ലേ. ആ, പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ഇല്ലാന്നൊന്നും പറഞ്ഞേക്കരുത്. ആ, പിന്നെ 1 ലിറ്റർ പാല് മേടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വാങ്ങിക്കണം. വൈകിട്ട് ഇവര് സ്കൂള് വിട്ട് വരുമ്പോഴേ ചായ കുടിക്കേണ്ടതാ. ഞങ്ങള് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി അല്ലേ? എന്തിനാ ശാലിനി ഇങ്ങനൊക്കെ പറയുന്നേ? ഞങ്ങളെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? പിന്നല്ലാതെ. കളക്ടർ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വെയിറ്റിട്ട് പറയാലോ. 1-2 ദിവസത്തിനകം ഒരു വീട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ ശിവ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ആദ്യം ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇന്ന് വരെ അടുക്കള കയറാത്ത ഒരാളാ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഈ സാധനങ്ങൾ നോക്കിയിട്ട് പോരാത്ത എന്തെങ്കിലും ഉണ്ടെ പറയണം, എന്നാലേ ഇല്ലാത്ത സാധനങ്ങൾ മേടിക്കാൻ പറ്റൂ.